വന്യമൃഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, അങ്ങോട്ടും നമ്മൾ ആക്രമിക്കില്ല, ഇങ്ങോട്ടും ആക്രമിക്കും. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വനം വകുപ്പിനാണ് ഞങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട്. ഞങ്ങൾ എടുത്ത ലേശം വിറകെടുക്കും. കർണകൂടെ കിട്ടിയ സത്യം പറഞ്ഞ സ്വർഗ്ഗം അല്ലേ? സ്വർഗ്ഗം. അത് ഞങ്ങൾ സംസാരിച്ച് ആ സ്വർഗ്ഗം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇനി ഒരു നരകത്തിലേക്ക് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പകല് ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും. റോഡും കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ ഫോണിന് റേഞ്ചും കുറവ്. 10-100 വർഷത്തെ പരമ്പര ഉണ്ടാവും. 10-100 അതിന് മുകളിലുണ്ടാവും അല്ലേ? ഇവിടെ പട്ടയം കിട്ടിയത് നിങ്ങൾക്ക് ഒരു 65 കാലഘട്ടത്തിൽ കിട്ടിയല്ലേ? ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടയമുണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് ബ്രിട്ടീഷ് പട്ടയമുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടില്ല? ഇത്ര കാലമായിട്ട് കറണ്ട് കിട്ടി. ഇവിടെ മാത്രല്ല ഇപ്പൊ കറണ്ട് ഇല്ലാത്ത, എല്ലാ സ്ഥലങ്ങളിലും കറണ്ട് ആയല്ലോ ഇപ്പൊ ഈ മോന് ഡിഗ്രി ഒക്കെ പഠിച്ചപ്പോ 7:30 രാവിലെ പോണം. അപ്പൊ അത് ഭയങ്കര കാട്ടിനുള്ളിൽ കൂടെ പോണ്ടൊറ്റയ്ക്ക്. അപ്പൊ 2 പേരെ കൊണ്ടുവിടാനും പണിയാണ്. അപ്പൊ എന്താക്കി, അപ്പൊ പുറത്ത് ചെറുതായിട്ട് വീടെടുത്തു. അപ്പൊ മക്കള് ക്ലാസ്സുള്ള ദിവസം അവിടെ നിൽക്കും. ഇവിടുന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഞാൻ ജീപ്പിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പിള്ളേരിപ്പോ ഉണ്ട്. അപ്പോൾ അവരെ ജീപ്പിൽ കൊണ്ടുപോയി വിടണം, ചങ്ങല കയറ്റി വരെ വിടണം. ഇതിലൂടെ പോകുമ്പോഴാണേലും ആനയുണ്ടാവും. നടന്നു വരാൻ എന്തായാലും പറ്റില്ല പിള്ളേർക്ക്. നിങ്ങൾ റേഷനൊക്കെ മേടിക്കാൻ എവിടെ പോകണം? മുണ്ടേപ്പറ്റി പോകണം. ആ വണ്ടിക്ക് ഒരു 500 വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും റേഷൻ മേടിക്കാൻ നിങ്ങൾ 500 രൂപ? 500 കൊടുത്താൽ ഞങ്ങൾ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കൃത്യം 1 വർഷം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് ചെട്ടിയാലത്തൂരിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ അന്ന് കാണിച്ചിരുന്നു. നമ്മളിവിടെ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വന്നപ്പോൾ നമ്മുടെ കൂടെ വള്ളുവാടിയിലുള്ള ജയമണിച്ചേട്ടനൊക്കെ ഉണ്ട്. ഏതായാലും ചെട്ടിയാലത്തൂർ അതിമനോഹരമായൊരു ഗ്രാമമാണ് കേട്ടോ. ഗ്രാമത്തിൻ്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഈ ഗ്രാമം എന്ന് പറയുന്നത് വനഗ്രാമമാണ്. ചുറ്റും ഫോറസ്റ്റാണ്. നമ്മൾ ഒരു 3-4 കിലോമീറ്റർ ഈ പുറകിൽ കാണുന്ന വഴിയുണ്ടോ, ഈ വഴിയെ സഞ്ചരിച്ച് വേണം നമ്മളിങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. ഒട്ടും റോഡില്ല, മൊത്തം കല്ലിട്ട മണ്ണ് മാത്രമുള്ള വഴി കൂടെയാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. അപ്പം അങ്ങനെ അത്രയും ദൂരം സഞ്ചരിച്ചാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗേറ്റിൻ്റെ ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. ഏതായാലും ചെട്ടിയാലത്തൂരിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടുകളും വന്യമൃഗ പ്രശ്നവും, നല്ല രീതിയിൽ വന്യമൃഗ പ്രശ്നമുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ചുറ്റും വനമായതുകൊണ്ട് തന്നെ. പക്ഷേ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ വികസനങ്ങളൊന്നും ഇല്ലാതെ, റോഡുകളൊന്നും ഇല്ലാതെ, കറണ്ടിന് പോലും ബുദ്ധിമുട്ടായി. അവസാനം ആളുകൾ പലരും ഇട്ടെറിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ്. കറണ്ടിനൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് കറണ്ട് കൊടുക്കാനായിട്ടുള്ള വിധിയൊക്കെ വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്കിന്ന് നേരിട്ടൊന്ന് കാണാം കേട്ടോ. ഈ ഒരു വഴിയെ കൂടെ, ഇങ്ങനത്തെ വഴിയെ കൂടെ കേട്ടോ നമ്മളിങ്ങോട്ട് വന്ന് കംപ്ലീറ്റ് ഇതേപോലെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, പൊട്ടിപ്പൊളിഞ്ഞല്ല, റോഡില്ല, ടാറിയാത്ത മൊത്തം കല്ല് മാത്രം പാകിയിരിക്കുന്ന വഴിയെ കൂടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. ഏതായാലും നമ്മളങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിനി ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന സുന്ദര ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്.
വീടുകളിലൊന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുകളിലൊക്കെ നമുക്ക് സോളാർ പാനലുകൾ കാണാം. അങ്ങനെയാണ് ഈ വീട്ടിലൊക്കെ ആളുകൾ കറണ്ട് അല്ലെങ്കിൽ വെളിച്ചം ഉപയോഗിക്കുന്നത്. വേറെ വൈദ്യുതിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല കേട്ടോ. പേരെങ്ങനെയാ? കാർത്തികേയനി. നിങ്ങളൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നു? ഞങ്ങള് അറിയില്ല, കൊറേ വർഷങ്ങളായി. അല്ലേ? 10-60 വർഷമൊക്കെ ആയോ? 60 വർഷമൊന്നും പോരാ. പോരാ. പണ്ട് മുതലേ ഉള്ള ആളുകളായിരിക്കും അല്ലേ? പണ്ട് മാതിരിയുള്ള. ഇവിടെ നിങ്ങൾ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ഒരു ചെട്ടിയാലത്തൂരില്? ചെട്ടിയാലത്തൂരത്ത് ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ 7 കുടുംബം. 7 കുടുംബം? വെറും 7 കുടുംബമുള്ള? ബാക്കി ആദിവാസികളുണ്ട്, അവരറിയില്ല. അവര് കൊറേ കുടുംബങ്ങൾ, ഒത്തിരി പേരുണ്ടല്ലേ? നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തെങ്കിലും ആശുപത്രിയിലൊക്കെ പോണ്ടി വന്ന എന്ത് ചെയ്യും? എന്ത് വണ്ടിയുള്ളവരങ്ങനെ പോകും. അല്ലേ? നിങ്ങൾ 7 വീട്ടുകാർക്ക് ഓരോ ജീപ്പ് ഉണ്ടാവും? 7 വീട്ടുകാർക്കൊന്നുമില്ല, ഞങ്ങൾ ഇവിടത്തെ 2-3 ജീപ്പ്. അല്ലേ? ആ ജീപ്പായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? ജീപ്പ് ഇവിടുന്ന് അവര് അങ്ങനെ സുഖമായ വിളിക്കും. ആദിവാസികളൊക്കെ രാത്രി ആ വഴിക്കൊക്കെ രാത്രിയൊക്കെ വിളിച്ചു അങ്ങനെ പോകും. അതിലെ പോയ മൊത്തം ആനയായിരിക്കും അല്ലേ? അങ്ങനെ പോകും. ആന കണ്ടാണ് പിന്നെ എന്താ ചെയ്യല്. ഇവിടെ നിങ്ങളെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങളുടെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ വന്യമൃഗങ്ങള്? അങ്ങനെ അതിന് ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് ഉണ്ടല്ലേ? അതുകൊണ്ട് കാവലും അങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഇല്ല, അങ്ങനെയുള്ള അത്രയില്ല. ഇവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാ? സ്കൂളിൽ പോകുന്നെങ്കിൽ ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ പിന്നെ അവിടെ ഒരു ചെറുതായിട്ട് ഒരു വീടെടുത്തു പുറത്ത്. ആയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ. 2 പോണെങ്കിൽ ഭയങ്കര പാടല്ലേ. എന്റെ പേര് സരിത. അപ്പൊ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 20 വർഷമായി ഇവിടെ. അപ്പൊ ഞങ്ങള് ഇതുവരെ ഇങ്ങനെ ഇപ്പൊ 1 വർഷം മുന്നൊക്കെ ഇവിടുന്ന് കൊണ്ടുവരില്ലായിരുന്നു. ഭർത്താവ് രാവിലെ പോകും, അപ്പൊ 2 മക്കളെയും കൊണ്ടുപോവുക അങ്ങനെയായിരുന്നു. അപ്പൊ ഈ മോന് ഡിഗ്രി ഒക്കെ പഠിച്ചപ്പോ 7:30 രാവിലെ പോണം. അപ്പൊ അത് ഭയങ്കര കാട്ടിനുള്ളിൽ കൂടെ പോണ്ടൊറ്റയ്ക്ക്. അപ്പൊ 2 പേരെ കൊണ്ടുവിടാനും പണിയാണ്. അപ്പൊ എന്താക്കി, അപ്പൊ പുറത്ത് ചെറുതായിട്ട് വീടെടുത്തു. അപ്പൊ മക്കള് ക്ലാസ്സുള്ള ദിവസം അവിടെ നിൽക്കും. പിന്നെ എല്ലാ ദിവസം വെള്ളി, ശനി, ഞായർ ഞങ്ങള് പണിക്ക് അങ്ങനെ എല്ലാത്തിനും ഇവിടെ തന്നെയാണ്. പിന്നെ ഭർത്താവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെയാണ്. അപ്പൊ ക്ലാസ്സിന് വേണ്ടി മാത്രം അവിടെ നിൽക്കും. അങ്ങനെ മക്കളെ വിദ്യാഭ്യാസം നമുക്ക് എന്തായാലും നോക്കണ്ടേ. പിന്നെ ഒറ്റയ്ക്ക് ഭർത്താവ് ഇവിടെ തന്നെ. അപ്പൊ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല ശരിക്കും. അപ്പൊ അന്ന് ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പുറത്ത് പോയില്ലേന്ന്. പക്ഷെ ഞങ്ങൾ പുറത്ത് പോയിട്ടില്ല, ഞങ്ങളെ സ്ഥലം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം പുറത്ത് പോയില്ലേ പറഞ്ഞു. ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയുമ്പോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. ഇവിടെ സ്ഥലം എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പുറത്ത് പോയാൽ നമുക്കൊന്നും പറയാൻ ഇത് അവകാശം ഇല്ലാന്ന് അവര് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പുറത്ത് പോയിട്ടില്ല. പണിക്കാരുള്ളപ്പോഴും എല്ലാ സമയത്തും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു കുട്ടികളുടെ ഈ 4 ദിവസം മാത്രം അവിടെ പോയി നിൽക്കും ആ വീട്ടില്. ബാക്കി എല്ലാ ദിവസവും ഇവിടാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ദിവസം അങ്ങനെ 7:30 പോയപ്പോ ആന കണ്ടു. അപ്പൊ പേടിയല്ലേ ബൈക്കിലൊക്കെ പോവാന് ക്ലാസ്സില്. നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ? ഞങ്ങൾക്ക് എത്ര 6 ഏക്കറല്ലോ? 6 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. ഈ കറണ്ടിന്റെ കാര്യം ഒന്നും തീരുമാനം? കറണ്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഫോറസ്റ്റുകാര് സമ്മതിക്കുന്നില്ല. ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ ഹൈക്കോടതിയിലൊക്കെ വന്ന് പാസ്സായി റെഡി ആയതല്ലേ മൊത്തം. അങ്ങനെ ഇന്നാള് അന്നപ്പോഴും അനുകൂലമായിട്ട് വിധി വന്നു. അപ്പൊ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല. അതിന്റെ ഇന്നാൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ അതിന്റെ 2 മാസം മുന്നേ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പൊ അവരോടൊക്കെ പറഞ്ഞതായിരുന്നു ഞങ്ങള്. അപ്പൊ ഒരു ഇതും ഇല്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ മാത്രല്ല ഇപ്പൊ കറണ്ട് ഇല്ലാത്ത, എല്ലാ സ്ഥലങ്ങളിലും കറണ്ട് ആയല്ലോ ഇപ്പൊ. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് രമേശ്. ഇവിടേക്ക് എത്ര വർഷമായി? ഇവിടെ ഞങ്ങൾ ജനിച്ചു വളർന്നു. ഇവിടെ നമ്മളെ അച്ഛനും അച്ഛന്റെ കാലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പട്ടയം കിട്ടിയത് നിങ്ങൾക്ക് ഒരു 65 കാലഘട്ടത്തിൽ കിട്ടിയ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടയമുണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് ബ്രിട്ടീഷ് പട്ടയമുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടില്ല? ഇത്ര കാലമായിട്ട് കറണ്ട് കിട്ടി. കറണ്ട് ഞങ്ങൾക്ക് ഒരു 2015 നമ്മള് മൊത്തം കൊടുക്കണം എന്ന് പറഞ്ഞില്ല, കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു. അതിൽ ഉൾപ്പെടുത്തി പിന്നെന്താ ഞങ്ങള് ഇതാക്കിയപ്പോ അപേക്ഷിച്ചപ്പോ കറണ്ട് KCB തരാന്നും വനം വകുപ്പ് അതിന് റിജക്ട് ചെയ്തു 2010-12 കാലത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് മന്ത്രിമാരെ അവരവർ കണ്ടപ്പോൾ ഒന്നും നടപടിയാവില്ല. പിന്നെ ഞങ്ങൾ 2018 പുനരധിവാസം വന്നു. 10 ലക്ഷത്തിന് കുറെ ആൾക്കാർ മാറി. ഒരു 100 കുടുംബമായിട്ട് 100 മാറി. പിന്നെ ഞങ്ങൾ ഹൈക്കോടതി പോയി 2019 ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തപ്പോൾ 2025 മാർച്ചിൽ വിധി ഞങ്ങൾക്ക് അനുകൂലമായി. 5 കോളനിക്ക് വൈദ്യുതി എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ
പ്രിയങ്ക ഗാന്ധി MLA അവരെ രാഷ്ട്രീയക്കാരെ കണ്ടുപിടി അങ്ങനെ ഇതാക്കി മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു, വനമന്ത്രിക്ക് പരാതി അയച്ച് ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു? വിധി ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നടപ്പാക്കിയാൽ മതി. നടപ്പാക്കിയാൽ മതി. എന്താ കാരണം നടപ്പാക്കാന്ന് ചോദിക്കുമ്പോൾ പുനരധിവാസം. ആദിവാസി മാറാൻ തയ്യാറാണ്. ആദിവാസി മാറാൻ തയ്യാറെന്ന് പറഞ്ഞാൽ ആദിവാസിക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരങ്ങനെ മാറാൻ കുറച്ച് ആൾക്കാർ തയ്യാറല്ല. നിർബന്ധിച്ച് അവരെ മാറ്റാനും പറ്റില്ല. ഞങ്ങൾ 7 ഫാമിലി ഉണ്ട് ഇപ്പോൾ ഇവിടെ വയനാട് ജെട്ടിമാനി, കാലാകാലമായിട്ട് ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഈ 15 ലക്ഷമാണ് ഇപ്പൊ കൊടുക്കുന്നത്. 15 ലക്ഷം കൊടുക്കുന്ന പറഞ്ഞാല് ഞങ്ങൾക്ക് 5 ഏക്കർ ഭൂമിയുണ്ട്. ഞങ്ങള് 4 ഫാമിലി ഇപ്പൊ ഇട്ടു 60 ലക്ഷം ഉറുപ്പിക ഇട്ടു അവരെ കണക്കിലാണെങ്കിലേ. അപ്പൊ 60 ലക്ഷം നമ്മൾ പോയിട്ട് പുറത്തൊരു സ്ഥലം വാങ്ങണ, ഇത്രയും ഒരു നല്ല ഏരിയ വാങ്ങണി നമുക്ക് കഴിയില്ല. പിന്നെ ജലിച്ചവാണെന്ന മണ്ണ് വിട്ടുകൊടുക്കാൻ നമുക്കൊരു അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രം ഒരു മാനദണ്ഡം വേണം. ഇതൊരു മാനദണ്ഡം അവർ പോലെ. ഇപ്പൊ ഞങ്ങളിവിടെ സെന്റിന് അവരോട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഏക്കറയ്ക്ക് വില തന്നിട്ട് എടുത്താൽ മതി. നമ്മൾ ചങ്ങലകയറ്റി കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ 1 സെന്റിന് അവർ ചോദിക്കുന്നത് 1.5 ലക്ഷം. എവിടുന്നാ വരുന്നത്? ചെട്ടിയാലത്ത് വരുന്നത്. അവർക്കറിയാം പുനരധിവാസം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പൊ അവർ സെന്റിന് വില കൂട്ടി. അവിടെ മാർക്കറ്റ് വിലയല്ല, ഇരട്ടിയായി, പൊന്നും വിലയായി. അപ്പൊ നമുക്കത് വാങ്ങാൻ കഴിയില്ല. നമുക്കിപ്പോ ഒരു വീട് മാത്രം പോരല്ലോ, കൃഷി ചെയ്ത് ജീവിക്കണ്ടേ. ഇവിടുന്ന് പോകുന്നവർക്ക് വേറൊരു സ്ഥലം എടുത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആകെ കിട്ടുന്ന ഈ ഏക്കറിന് 15 ലക്ഷം രൂപ ഉള്ളൂ അല്ലേ? ഏക്കറിനല്ല, ആൾക്കാണ് പൈസ. ഏക്കറിന് ഒരു ഇതുമില്ല. സ്ഥലം എത്ര 100 ഏക്കർ വെച്ചാലും വേണ്ടില്ല, 5 സെന്റും വെച്ചത് കുഴപ്പമില്ല. 5 സെന്റിനാണെങ്കിലും 100 ഏക്കറിനാണെങ്കിലും 15 ലക്ഷം. ഇപ്പൊ നമ്മുടെ പേരിൽ 100 ഏക്കർ സ്ഥലമുണ്ട്, അതിനാണ് 15 ലക്ഷം കിട്ടും. 5 സെന്റ് ആണെങ്കിലോ അതും 15 ലക്ഷം. അപ്പൊ ഈ മാനദണ്ഡമൊക്കെ മാറ്റിയിട്ട് കുഴപ്പമില്ല, മാറ്റി. അല്ലെങ്കിൽ അടിയ സൗകര്യം കൊണ്ട് തരിക. ഇവിടുന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ജീപ്പിലേക്ക് കൊണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പിള്ളേരിപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ ജീപ്പിൽ കൊണ്ടുപോയി വിടണം, ചങ്ങല കയറ്റി വരെ വിടണം. 10-13 വർഷമായി. അതും ഇതിലൂടെ പോകുമ്പോഴാണേലും ആനയുണ്ടാവും. നടന്നു വരാൻ എന്തായാലും പറ്റില്ല പിള്ളേർക്ക്. പകലും ഉണ്ടാവോ? പകല് ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും. പിന്നെ വന്യമൃഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, അങ്ങോട്ടും നമ്മൾ ആക്രമിക്കില്ല, ഇങ്ങോട്ടും ആക്രമിക്കുന്നില്ല. അങ്ങനെ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വനം വകുപ്പിനാണ് ഞങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ എടുത്താൽ ലേശം വിറകെടുക്കും, പൊട്ടി വീണ വിറക്. അതല്ലാണ്ട് ഞങ്ങള് വേറെ ബുദ്ധിമുട്ടൊന്നും അവരെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് റിജക്റ്റ് ചെയ്യുന്ന പിന്നെന്താ പറയുക, എന്താ കാരണം അതിന് മനസ്സിലാവും. പുനരധിവാസം സ്വയസാൻ്റെ പുനരധിവാസത്തിന്റെ പേര്, പക്ഷെ പുനരധിവാസം പറഞ്ഞാണ് തട്ടിക്കളയുന്നത്. കാരണം കൂടെ കിട്ടിയ സത്യം പറഞ്ഞ സ്വർഗം. അത് ഞങ്ങൾ സംസാരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മേഡം വന്നപ്പോൾ CCF വലിയ ആളാണെന്ന് തോന്നുന്നു. അവർ വന്നപ്പോൾ പറഞ്ഞു മേഡം ഞങ്ങൾക്ക് കറണ്ട് റോഡ് തരാണ്. അപ്പോൾ അവർ പറഞ്ഞ സ്വർഗ്ഗം ഇവിടെ. ആ സ്വർഗം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇനി ഒരു നരകത്തിലേക്ക് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാപ്പിക്കുളം കേട്ടോ. അതായത് കാപ്പി ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു ഏരിയനെയാണ് കാപ്പിക്കുളം എന്ന് പറയുന്നത്. ഇതുപോലെ നല്ല കാപ്പിയുടെ മണമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മാതൻ. എനിക്ക് 15 ലക്ഷം കയറിയുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുക്കാറ് പോകുന്നുമില്ല. എൻ്റെ പിള്ളേർ 3 ആൾക്കുണ്ട് പൈസ. അത് കിട്ടട്ടെ എന്നാണ് ഞാൻ തയ്യാറാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കോളനി ഇപ്പോൾ ഞാൻ കണ്ടതാണ്. വീടൊക്കെ അടിപൊളിയാണ്. വീട് തന്നെ അത് 7 ലക്ഷം രൂപയാണ്. ഈ 15 ലക്ഷം 7 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 5 ലക്ഷം. അത് ജോയിൻ്റ് അക്കൗണ്ടാണ്. അത് ജോയിൻ്റ് അക്കൗണ്ടാണ്. എന്തിനു സർക്കാർ ഇത്രയും ആദിവാസിനെ തട്ടിപ്പ് കേൾക്കുന്നത്? ഒരു വീട് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഒരു 5 സെന്റ് സ്ഥലം പോലും ഇല്ല. ഈ വയലൊക്കെ നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? നെല്ല് ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ ഞങ്ങളാണ് ഈ പണിയെടുക്കുന്നത്. ഞങ്ങളാണ് ഈ ജോലി. ഇവിടെ വേറെ മുട്ടിനോ വേറെ ഒരു പഞ്ഞമില്ല. ഞങ്ങൾക്ക് ഒരു പോക്കും പറയാനും മാത്രമേ യാത്രത്തിന് ഒരു കറണ്ടിന്റെ പ്രശ്നം. കറണ്ട് റോഡ് ഇത് മാത്രമേ നമുക്കൊരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സുഖം സുന്ദരം ഇവിടുത്തെ കഴിഞ്ഞിട്ട് എവിടെയും ഇല്ല. ഇത്ര മനോഹരമായിട്ട് നല്ലൊരു വൈദ്യുതി ഉണ്ട്. ഇതുപോലെ പുറത്തോടെ കിട്ടോ? ഇല്ല. കാണുന്നൊക്കെ നിങ്ങളുടെ വീടുകളൊക്കെ ആയിരിക്കും അല്ലേ? ഒക്കെ നമ്മുടെ വീടുകൾ ആദിവാസിൻ്റെ അത് പണിയാണ്. ഞങ്ങൾ നായ്ക്കാനാണ്, കാട്ടു നായ്ക്കാൻ. 2 വിഭാഗക്കാരുള്ള ഞങ്ങൾ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെയായി ഞങ്ങൾ തിരിച്ചു വരുന്നു. എന്നിട്ട് ഒരു സെല്ലും ഇതുവരെയൊക്കെ അങ്ങനെയുള്ള കാട്ടുതേന അങ്ങനത്തെ കാട്ടുതേന എടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാട്ടുനായ്ക്കരല്ലേ? കാട്ടുനായ്ക്കരുണ്ട്. അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അവകാശമുണ്ട്. അങ്ങനെ കിട്ടിയാൽ കിട്ടി,
എന്നാലും ഞങ്ങൾ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി പോകുന്നത് ഞങ്ങൾ പറ്റാണ് വാങ്ങിയിട്ട് പോകുന്നത്. അതെ അതെ അതെ. റെഡി പൈസ കൊടുത്ത് വാങ്ങാറില്ല. അതെ. കാര്യം ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ. അതെ അതെ. എന്നിട്ട് ഈ തേങ്ങ തന്നെ സർക്കാർക്ക് തന്നെ എത്തിച്ചു കൊടുക്കാറാണ്. അതിന് ബോണസ് ഇപ്പോൾ ബോണസും ഇല്ല. ഓരോ സ്ഥലത്തൊക്കെ ബോണസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള അനുകൂല ടോർച്ച്. നിങ്ങൾ റേഷനൊക്കെ മേടിക്കാൻ എവിടെ പോകണം? മുണ്ടക്കൊല്ലി പോകണം. ഓ അവിടെ വരെ പോകണം അല്ലേ? ആ വണ്ടിക്ക് ഒരു 500 വേണം ഇവിടെ നിന്ന് അങ്ങോട്ട്. ഈ ഇത്രയും റേഷൻ മേടിക്കാൻ നിങ്ങൾ 500 രൂപ? 500 കൊടുത്താലും ഞങ്ങൾ വണ്ടിക്ക് വരും. ഒരുത്തനാണെങ്കിൽ ഇനി 10 ആണെങ്കിൽ ശരി. നടന്നു പോക്കാണെങ്കിലും വലിയ പാടല്ലേ ഇതിലെ? നടന്നു പോക്കാൻ നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ സ്ഥിരം പോകുന്നുണ്ട്? സ്ഥിരം പോകുന്നുണ്ട്. നമ്മൾ ആന കണ്ട് അതൊക്കെ കണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ ഏറ്റി വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ആന ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ 2-3 പേര് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ മനസ്സിന്റെ സ്ഥിതി ഒന്നും ആയിക്കോളൂ. പല സ്ഥിതി പല അതെ ആനന്റെ അതേ രീതിയിൽ തന്നെ മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ എന്താ സ്വഭാവം അതേ തന്നെ കാട്ടുമൃഗം കാണിക്കും. ഞങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഓടി മാറാനുള്ള കഴിവുണ്ട്. എന്നാലും പറഞ്ഞ പോലെ ടൗണിൽ നിങ്ങളെ മാഷന്മാർ, കാട്ടിൽ ഞങ്ങളെ മാഷന്മാരാണ്. ശരിയല്ലേ? അത്രയും മാത്രം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾക്ക് റേഷൻ കടയിൽ പോയി വരാൻ അന്ന് കലക്ടർ പറഞ്ഞായിരുന്നു, വണ്ടി വിടുക, പിന്നെ 10ാം ക്ലാസ് പഠിച്ച പിള്ളേർക്ക് ഒരു ഡ്രൈവറാക്കുക, അതൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു സമ്മതിദാനം ഒന്നും നടപ്പാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു തീരുമാനം. പിന്നെ പോകാത്തവർക്ക് വീടുണ്ടാക്കുക. എൻ്റെ വീടൊക്കെ മൊത്തം ചോർന്ന് കിടക്കുക. വീട് വാർക്കയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം ചോർന്ന്. ഞാനിപ്പോൾ ഒരു ഷെഡിലൊക്കെ കിടക്കണം. ആ ഷെഡ് മൊത്തം ചോർച്ചയാണ്. ഒരു ടാർപ്പായെങ്കിലും തരട്ടെ, അതുമില്ല. മെമ്പർമാർ വോട്ട് ചെയ്യാൻ വരാൻ വേണ്ടി അവർക്ക് ജയിക്കണം, അവരുടെ കാര്യം അവരെ കുടുംബം നടക്കണം. പക്ഷെ ഞങ്ങൾക്ക് അതല്ല. പിന്നെ നോക്കൂല. ആ വോട്ടിന് സമയത്ത് ഏതൊക്കെ വേണം, വീടിന് നമുക്ക് നിലനിൽപ്പില്ല. ഈ വോട്ട് ചെയ്യുന്ന വരുന്ന സമയത്ത് നമുക്ക് നിലനിൽപ്പെന്ന് എല്ലാം പറഞ്ഞാൽ ഏതിൽ ചെയ്യും, കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ല, അവരുടെ കാര്യം വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിന്, അവരുടെ നിലനിൽപ്പിനാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര ദിവസം വേണ്ടല്ലോ. അത് ഇത്രയും കാലം ചെയ്ത് വന്നിട്ടില്ലല്ലോ. ചെയ്യുകയാണെങ്കിൽ ഇത്ര നേരം വേണ്ടല്ലോ, ഇത്ര ദിവസം വേണ്ട. നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു നിലവിൽ ചെയ്യുകയാണെങ്കിൽ അത്ര ദിവസം വേണ്ടായിരുന്നു. ഏത് മെമ്പറായാലും അന്ന് സുഗന്ധം പറഞ്ഞായിരുന്നു, എൻ്റെ വീട്ടിലേക്ക് ഒരു കിണറും വീടും എന്താണ് എനിക്ക് ഉണ്ടാക്കുക. എവിടെ ഉണ്ടാക്കി? ഞങ്ങളുടെ സ്വന്തം ഞങ്ങൾ കുഴിച്ച് ഒരു കിണറുണ്ടാക്കിയത്. വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയില്ലേ? ഒന്നും ആക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ജീപ്പുകളുണ്ട് കേട്ടോ. മിക്കവാറും ആളുകൾക്കും, മിക്കവാറും നല്ല, ഇവിടെ ഒരു 3-4 ജീപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. ഈ ജീപ്പിലായിരിക്കും ഇവർ പുറത്തേക്കൊക്കെ പോകുന്നത്. ഒഴിവായി പോയതല്ലേ? ഇവിടെ തന്നെ ഒഴിഞ്ഞു പോയ പാർട്ടിയെ 5-8 വീട് ഒന്നിച്ചുണ്ട് ഈ ഭാഗത്തല്ലേ? ഇവിടെ തന്നെ. ഇവിടെ ഇവിടൊക്കെ ഈ വയലൊക്കെ ഇതൊക്കെ വയല അവരെ. ഇതിന്റെ ഈ മുകളിൽ കാപ്പിത്തോട്ടത്തിൽ, ഈ കാപ്പിത്തോട്ടൊക്കെ അവരായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ലത് കാപ്പിത്തോട്ടം. ഇത് വീടിന്റെ പറയാ ഈ കാണുന്നത്? ഇതൊക്കെ വീടിന്റെ. ഇതൊക്കെ കാപ്പിത്തോട്ടം, ഫുള്ള് കാപ്പിത്തോട്ടം. വീടുകളുണ്ടായിരുന്നു. ഇതിപ്പോ അവര് പിന്നെ റെഡിയാക്കി എടുക്കുന്ന അവര് ട്രൈബല് അവര് എടുക്കുന്നു, കൊടുത്തിട്ടൊന്നുമില്ല. ഒഴിഞ്ഞു പോയ സ്ഥലം.
കാപ്പിക്കുരു കിട്ടിയാൽ മതി അല്ലേ? ഓ ഇപ്പോഴത്തെ റേറ്റിനാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ആ ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീട് ഇതാ അതിപ്പോഴില്ലേ? ഇവിടെ ഒരു വീടില്ലേ? ആ ഇവിടെ ഒരു വീടുണ്ട്, ഇതാ കിണർ. ആ ഇതാ ഇവിടെ ഒരു വീട്. എപ്പോഴും പറയും ഇവിടുത്തെ ഒരു സുഖം വേറെ. പിന്നെ എത്തിപ്പെടാൻ ഒരു വിഷമമുണ്ട്. ഏത് ആ ഇവരൊക്കെ ഇപ്പോഴും കൊഴിഞ്ഞു പോയ എൻ്റെ പാർട്ടി വീട്ടിലൊക്കെ ആളുകളില്ല ഇപ്പോഴും? ഇതൊക്കെ ആദിവാസികൾ ഉള്ളു. ഇതിവിടെ 10-15 കോളനി ഇവിടെ തന്നെ ഉണ്ട്. അത് ദൈവപ്പര, അതാണ് ദൈവപ്പര. അവരെ ഡ്രൈവർ നമ്മളെ അമ്പലത്തോട്ട് ദൈവപ്പര അല്ലേ? ആ ക്ഷേത്രങ്ങളിലാണ് ദൈവപുര എന്ന് പറയുന്നത്. മുകളിൽ മുകളിൽ എന്തായാലും ഒരു ദൈവപ്പര വേണം. ഇവിടെ ഇപ്പൊ ആളുകൾ താമസമുള്ള ആ വൈകുന്നേരം കാണുള്ളൂ അല്ലേ? ഇവരൊക്കെ പകലൊന്നും ഉണ്ടാവൂല? പകലുണ്ടാവില്ല. പകല് പറഞ്ഞാൽ കാട്ടിൽ പോവും. ആണല്ലേ? ആ കാട്ടിൽ പണിയല്ലെങ്കിലും അവർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും. അവർ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളല്ലേ? അതാണ് അവര്. ആ അത് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദൈവപ്പറ്റ അല്ലേ? ആ പണി കഴിയുന്നുള്ളൂ. അവിടെ എത്തിയതാ. അവിടുന്ന് ഇവിടെ ഇരുത്തായിട്ട് പണിയുന്നേ ഉള്ളൂ. ആ ഇപ്പം അപ്പുറത്തല്ലേ? ആ പണി തീരുമ്പോൾ ഇങ്ങോട്ട് മാറ്റുമായിരിക്കും അല്ലേ? ആ പണി തീരുമ്പോൾ അടുത്ത ആഴ്ച ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കും കേട്ടോ. മാക്സിമം ഒന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വന്നിട്ട് ഈ ഒരു വീടിൻ്റെ അവസ്ഥ കണ്ട കേട്ടോ. പോത്തിൻ്റെ കൊമ്പ് നല്ല സ്ട്രോങ് ആണിത്. ഇത് വലിയ സാധനം അല്ലേ? എന്തായാലും കടുവയൊക്കെ പിടിച്ചിട്ടേക്കാന്നായിരിക്കും അല്ലേ? ആദിവാസികളായിട്ടുള്ള ആളുകളുടെ വീടാട്ടോ. ഇവിടുന്ന് കുറെ ആൾക്കാർ പാട്ടവരി മുളക് വരയ്ക്കാൻ ഉണ്ടാകും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സുധാകരൻ. ഇവിടെ എത്ര വർഷമായി? നമ്മൾ അച്ഛൻ്റെ കാലത്തൊക്കെ ഇവിടെ ഉണ്ടല്ലേ? 10-100 വർഷത്തെ പരമ്പരയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? 10-100 അതിന് മുകളിലുണ്ടാവും ആണല്ലേ? അച്ഛൻ്റെ കാലത്ത്. അപ്പോൾ അച്ഛന് 80 വയസ്സായിരുന്നു മരിക്കുമ്പോഴേ. ഇപ്പോൾ നമുക്ക് 54 വയസ്സായില്ലേ? അപ്പം തന്നെ കൂട്ടി 130 വർഷത്തിന് മേലെയായി. ആ അത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ? എങ്ങനെ അവസ്ഥ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 30 ലക്ഷത്തിന് 15 ലക്ഷത്തിനൊന്നും പോകാൻ പറ്റില്ല.
നമുക്ക് കിട്ടാൻ ഇപ്പോൾ 2 കുടുംബമായിട്ട് കിട്ടുക 30 ലക്ഷം റുപ്യ. അതെന്തായാലും ഒരു കുടുംബത്തിന് 15 ലക്ഷം കിട്ടുള്ളൂ. ഒരു കുടുംബത്തിന് 15 ലക്ഷം. പുറത്ത് പോയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങാനും 30 ലക്ഷം വേണ്ടി വരും. ഇത് അങ്ങനത്തെ പൊന്നു പോലത്തെ സ്ഥലമല്ലേ? പൊന്നു പോലത്തെ സ്ഥലം. എന്ത് വിളവെടുത്താലും കിട്ടും, എന്തായാലും കിട്ടും. ഒരു കേടുമില്ല, ഒന്നും ഒരു കേടൊന്നും. കാപ്പിയാണെങ്കിൽ കാപ്പിക്കുള്ള അല്ല. പിന്നെ മറ്റുള്ള സ്ഥലത്ത് പോയി നമുക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഈ കൃഷി സ്ഥലമൊക്കെ വിട്ടിട്ടേ. അതാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇവിടുത്തെ വികസനമൊന്നുമില്ല, മാത്രം റോഡ് വരാനുള്ള വിഷമമുണ്ട്. റോഡും വലിയൊരു പ്രശ്നമല്ലേ? റോഡാണ്. അതന്നെ, റോഡും കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ. പിന്നെ ഫോണിന് റേഞ്ചും കുറവ്, അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ ഈ ബത്തേരി പോകുമ്പോൾ ബത്തേരി പാട്ടവലായിട്ട് സാധനം വാങ്ങി വരിക, അങ്ങനെയുള്ള. പിന്നെ കൃഷിയായിട്ട് കൃഷി മാത്രം ചെയ്ത് പഠിച്ചോണ്ടേ നമുക്ക് അതിൽ വേറെ പുറത്ത് പോയാലും നമുക്ക് എന്തായാലും ഒരു ബിസിനസ്. 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം കിട്ടിയാൽ 10 സെന്റ് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ വീട് വെക്കാനുള്ള വേറെ പൈസ ഉണ്ടാക്കാം. അതിനുള്ള ഉദ്ദേശം നമ്മളെന്തായാലും പോയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇതന്നെ നഷ്ടം. 15 ലക്ഷം കിട്ടിയിട്ട് എന്താ വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇല്ല, അതിന് നമ്മൾ സെപ്പറേറ്റ് വേറെ ഇപ്പോൾ 6 കുടുംബമുണ്ട്. 6 കുടുംബക്കാരും ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഫെൻസിങ് ചെയ്തിട്ടുണ്ടല്ലേ? ഫെൻസിങ് സ്വന്തം നടത്തും. അതുകൊണ്ടിപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്യും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സോളാർ വെച്ച് കൊടുക്കും? ഞങ്ങൾ സ്വന്തം വെച്ചിട്ട് ഫെൻസിങ് വെച്ച്. അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് കയറുന്നില്ല? അതുകൊണ്ട് മൃഗങ്ങളൊക്കെ വാഴ കൃഷി ചെയ്താൽ വാഴയല്ലാണ്ട് ഇങ്ങനെ നിൽക്കൂലല്ലോ. അതാണ് ഇത്രയും വാഴ കൃഷി. ഫോറസ്റ്റ് അല്ലേ അതൊക്കെ? ഇതൊക്കെ ഫോറസ്റ്റ്. ഇവിടുന്ന് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടുപോയ പാർട്ടിൻ്റെ ഇതൊക്കെ ഈ കാണുന്ന സ്ഥലങ്ങളാണ്. ഒഴിവായി പോയ ആളുകളുടെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ അവരുടെ കിണറുകളായിരിക്കും അല്ലേ? വിട്ടുപോയ പാർട്ടിൻ്റെ. എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു? മൊത്തം എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ഇവിടെ 104 കുടുംബം ഉണ്ടായിരുന്നു. 104? ഇപ്പം എത്രയുണ്ട്? ഇപ്പോൾ 6 കുടുംബം. ട്രൈബിൽ 64 കുടുംബം. ട്രൈബൽ അല്ലാണ്ട് നിങ്ങൾ തന്നെ 104 പേരുണ്ടായിരുന്നോ? നമ്മളെല്ലാം 100 പേര്. ഈ 6 പേരെ ബാക്കിയുള്ളൂ? 6 പേര്. ഓ, ഇത് വലിയ സ്ഥലമായിരുന്നു അല്ലേ? വലിയ സ്ഥലമായിരുന്നു. എത്ര ഏക്കർ ഉണ്ടായിരുന്നത്? ഇവിടെ 250 ഏക്കർ. 250 ഏക്കർ അല്ലേ? ഇപ്പം ഈ മോട്ടർ അടിക്കുന്നത് അത് മറ്റേ നനയ്ക്കാനൊക്കെ ആയിരിക്കും? നനയ്ക്കാനല്ലേ. കാപ്പി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെറുങ്ങനെ മഴ പെയ്ത്, അപ്പോൾ ഇപ്പം അടിച്ചില്ലെങ്കിൽ കാപ്പി പൂവ് കരിഞ്ഞു. അപ്പോൾ നനച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തെ കാര്യം പോക്കല്ലേ? ഓരോ വർഷം അങ്ങനെ ജീവിക്കാനല്ലേ ഓരോ കഷ്ടപ്പാടല്ലേ? കഷ്ടപ്പെട്ട അതിനുള്ള കിട്ടുന്നുണ്ടല്ലോ. കാലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ലല്ലോ? ഇല്ലല്ലോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ആനയായിട്ടും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള സ്ഥലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആനയൊക്കെ എത്രയോ കുറവാണ്. ഫോറസ്റ്റുകാരെന്ന് പറയും. ചെട്ടിയാലത്തൂർ അങ്ങനെ നമ്മളെ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുമില്ല. ഈ ട്രൈബൽ ആയിട്ടുള്ള ആളുകളും പുറത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? അവിടെ കുറച്ച് കുടുംബം പോകും. അല്ലേ? 10-12 കുടുംബം ഇതിനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി ഒരു വീട് വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടെ. അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ? അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിഷമം തന്നെ. ഇല്ല, ആൾക്കാരുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. എത്ര ആൾക്കാർ മറ്റേ ആൾബലം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഇവിടെ ഈ ക്ഷേത്രത്തിലൊക്കെ എപ്പോഴായ സമയത്തൊക്കെ ഉത്സവമൊക്കെ? ഇത് പിന്നെ എല്ലാ വർഷവും കുംഭമാസം ഫസ്റ്റത്തെ കടുവാഴ്ച വെള്ളി, അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പോഴാണ് വരിക? ഇപ്രാവശ്യം വെള്ളിയാഴ്ച. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും. ഇവിടുന്ന് വിട്ടുപോയവരൊക്കെ എല്ലാവരും വരും. ഒരു 10,500 പേര് ഇവിടെ ഉണ്ടാവും. എല്ലാ കൊല്ലം അവരും വരും. അവർ സഹകരണമൊക്കെ ഉണ്ട്. അവർ വിട്ടുപോയാലും നമ്മളെ അമ്പലത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും വരും. എല്ലാവരും വരും. എല്ലാ മാസം പൂജയുള്ള സ്ഥലം മേലെ അമ്പലം ഉണ്ട്. ഇത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയും ഇവിടെ കുരങ്ങില്ല എന്ന് കേട്ടോ. അതായത് ഇത് വനഗ്രാമമാണ് എങ്കിൽ പോലും ഇവിടെ കുരങ്ങില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, നാട്ടിൽ മുഴുവനും ഇപ്പോൾ കുരങ്ങാണ്. ഉള്ള കുരങ്ങ് കംപ്ലീറ്റ് നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണിപ്പോൾ മനസ്സിലായത്. ഇതിവിടുത്തെ ആദിവാസി ഏരിയകളാണ് കേട്ടോ. അവരുടെ വീടുകളാണ്, ട്രൈബൽസിൻ്റെ വീടുകളാണ്.
ഇവിടെ എല്ലാ വീടിൻ്റെ മുകളിലും ഇതേപോലെ സോളാർ പാനലുകൾ കാണാം. മണ്ണ് കുഴച്ച് വച്ചിരിക്കുന്ന വീടുകളാണ്. മൊത്തം തറയും ഭിത്തിയൊക്കെ മണ്ണ് കുഴച്ച് നമ്മൾ വീടിൻ്റെ ഭിത്തിയൊക്കെ തേക്കുമ്പോൾ കട്ടയ്ക്ക് പോലെ ഇതേപോലത്തെ മുളയുടെ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോടെയാണ് ഈ മണ്ണ് തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അതിനുശേഷം ചാണകം മെഴുകിയിട്ടുമുണ്ട്. ഇത് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. ഇതുണ്ടോ, ആന തെങ്ങ് മറിച്ചിട്ടിരിക്കുന്നതാണ്. ഇതിവിടെ കണ്ട മറ്റൊരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പോകുന്നത്. ഇവിടേക്ക് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ തരിശായിട്ടൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. ആളുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാതെ കിടന്ന് മൊത്തം കാട് പിടിച്ചു പോയി. നമ്മളിങ്ങനെ ഈ റോഡ് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടതാണ് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. അത് ഉണ്ടോ, ഇവിടുത്തെ LP സ്കൂളാണ് ചെട്ടിയാലത്തൂർ. അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കുട്ടികൾ കുറവാണെന്നാണ് പറയുന്നത് കേട്ടത്. ഏതായാലും അപ്പുറത്തോട്ട് ആ കാണുന്ന കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. എല്ലായിടത്തും ഫോറസ്റ്റ് തന്നെയാണ്. ചുറ്റും ഫോറസ്റ്റാണ്. ഈ നടുഭാഗം ഉള്ള പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് അല്ലാത്തത്. ഇവിടെയൊക്കെ തെങ്ങൊക്കെ മറിച്ചിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. എല്ലാവരും പണിക്കൊക്കെ പോയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അതെ അങ്ങ് ദൂരെ നമുക്കവിടെ ആനയെ കാണാം കേട്ടോ. പക്ഷേ ഈ മൊബൈലിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയറാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ആനയുണ്ട്. ആ ഒരു ഒറ്റ മരം നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാം. അവിടെ ആനയുടെ മുതുക് ശരിക്കും കാണാം കേട്ടോ. ചെവി ആട്ടുന്നതൊക്കെ കൃത്യമായിട്ട് കാണാം. ഒന്നിലധികം ആനയുണ്ട്. അതൊക്കെ ഫോറസ്റ്റാണ്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു എന്ന് മാത്രം. അപ്പം നമ്മളങ്ങനെ ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഇത്രയും നേരം കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. ഇവിടെ ഉള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഒത്തിരി ആളുകളുള്ള പ്രദേശമായിരുന്നു. 250 ഏക്കർ അധികം സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പലരും ഇവിടുന്ന് എന്താ പറയുക, സ്വയം പുനരധിവാസ പദ്ധതിയുടെ പേരിലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കുടിയൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ളവരിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു വനഗ്രാമമാണ്. ഇത്തരം വനഗ്രാമങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പൈതൃകത്തിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടെയാണ്. 130 വർഷത്തിലധികം പഴക്കമുള്ള ആളുകളാണ് ഇവിടെ. അത്രയും പാരമ്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കുടിയേറി പാർത്താണെന്നൊന്നും പറഞ്ഞ് നമുക്കങ്ങനെ ഇവരെ തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുന്നേ തൊട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മൾ ആ ഗ്രാമമൊക്കെ കണ്ടു. ഇനി അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ വരുന്ന ആഴ്ച ഉത്സവം ഉണ്ടെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ആ ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റുമെന്നൊക്കെ ഞാനൊന്ന് ശ്രമിക്കും കേട്ടോ. അത് 2 ദിവസമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങി വെള്ളിയാഴ്ച ഉച്ചവരെയൊക്കെയാണ്. ഏതായാലും വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ആളുകളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണ് നമ്മൾ ചാനൽ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ നല്ല നല്ല കാഴ്ചകളൊക്കെ എത്തിക്കണമെങ്കിൽ നമുക്ക് പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതായാലും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.